ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മാഞ്ചസ്റ്റർ പിക്കാഡിലി സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് എങ്ങോട്ടാ? നമ്മൾ എഡിൻബ്ര. നമ്മളിപ്പോൾ സ്കോട്ട്ലാൻഡിലേക്ക് പോവാണ്. നമ്മളെ ട്രെയിൻ ഉള്ളത് 10:20. ഇപ്പോൾ 10:10 നമ്മളവിടെ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ മാഞ്ചസ്റ്റർ ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയം, പിന്നെ ഉച്ചൻ്റെ ശേഷം നമ്മൾ സിറ്റിയൊക്കെ വിസിറ്റ് ചെയ്ത്. അങ്ങനെ 2 ദിവസമായിരുന്നു മാഞ്ചസ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നേരെ എഡിൻബ്ര. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. അവിടെ കാണാം എഡിൻബ്ര 10:21 ട്രെയിന്. സോ അവിടെ കണ്ടോ, ഗ്രീനൊക്കെ ഓക്കെയാണ്, നമുക്ക് പോവാം. പക്ഷേ റെഡ് അതിനെ കൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഗ്രീൻ ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ, പ്ലാറ്റ്ഫോമിലേക്ക്. കറക്റ്റ് 10:01. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. നമ്മളിത് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നിന്നുള്ള അതിനെ കൊണ്ട് അവിടുന്ന് മാഞ്ചസ്റ്റർ പിക്കാഡിലിൽ ഒരുപാട് ആൾ ഇറങ്ങിയതിനെ കൊണ്ട് പിന്നെ വലിയ തിരക്കൊന്നുമില്ല. നേരെ എഡിൻബ്ര 3 മണിക്കൂറാണ്, അതായത് ഏകദേശം 1.5 മണിക്ക് എഡിൻബ്രയിലെത്തും. പക്ഷേ ഇംഗ്ലണ്ടിൽ നിന്നും സ്കോട്ട്ലാൻഡ് എത്തുമ്പോൾ കണ്ടോ, ആ പച്ചപ്പൊക്കെ ഒന്ന് കൂടി, ക്ലൈമറ്റ് മാറി, മൊത്തം ഭംഗി തന്നെ ഒന്ന് മാറി കേട്ടോ. അടിപൊളി. ഹലോ, ഇതാണ് നമ്മൾ വന്ന ട്രെയിന്. നമ്മളിപ്പോൾ ഉള്ള എഡിൻബ്ര വേവേർലി സ്റ്റേഷനിലാണ്. നമ്മളെ ട്രെയിന് ഒരു 20 മിനിറ്റ്സ് ലേറ്റ് ആട്ടോ. ഇപ്പോൾ സമയം 1:50. 1:30 എത്തേണ്ടതാണ്. നമുക്കിനി പുറത്തിറങ്ങണം. നല്ല വെളിച്ചമുണ്ടല്ലേ അതിൻ്റെ ഉള്ളിൽ. അവിടെയാണ് സ്റ്റേഷന്. നമ്മൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ടോ, ഇവിടെ ഇതെന്താണ്, കാസിലാണോ എന്താ അറിയില്ല. ഇവിടെ ഇങ്ങനെ കാണാം. നമ്മൾ ഹോട്ടലിലേക്ക് ഇവിടുന്ന് 500 മീറ്ററാണ് കാണിക്കുന്നത്. പ്രീമിയർ ഇൻ ഇതാണ് നമ്മളെ ഹോട്ടല്. കോസ്ട്രേ. അപ്പോൾ ഇവിടെ ഇതാണ് പ്രീമിയർ ഇന്ന്. ഇതാണ് നമ്മളെ ഹോട്ടല്. ഇതായിരിക്കും, ഇതാണ് പ്രീമിയർ ഇന്നിൻ്റെ റിസപ്ഷൻ ഏരിയ. ഇപ്പോൾ സമയം 2:15. പക്ഷെ ഇവിടെ ആരും കാണുന്നില്ല. നമുക്ക് ചെക്കിങ്ങിന് ചിലപ്പോൾ 3 മണി ഇരിക്കും, അതുകൊണ്ടായിരിക്കണം ഇവിടെ ആളും കാണാത്തത്. ഇവിടെ എനിക്ക് തോന്നുന്നത് പ്രീമിയർ ഇൻ എന്നുള്ള ഹോട്ടൽ ഒരുപാടുണ്ട് തോന്നുന്നു. നമ്മൾ ആദ്യം പോയ ആ പ്രീമിയർ ഇന്നല്ല, അവിടുന്ന് അവർ വേറെ നമുക്ക് ലൊക്കേഷൻ പറഞ്ഞു തന്ന്. അപ്പോൾ സ്റ്റേഷൻ്റെ ഏകദേശം ഒരു 5-8 മിനിറ്റുള്ള ജസ്റ്റ് ഓപ്പോസിറ്റാണ്. നമ്മളിപ്പോൾ അതാ അവിടുത്തെ ചെക്കിനൊക്കെ കഴിഞ്ഞ് ഏതായാലും ഇവിടുത്തെ റൂം കാണിച്ചുതരാം. നമ്മളെ റൂം നമ്പർ കൊയിങ്ങില്ലേ നമ്മളെ ആദ്യം മെട്രോടെ പോയി. ഇതാണ് നമ്മളെ പ്രീമിയർ ഇൻ ഹോട്ടൽ. പക്ഷേ അവിടുന്ന് കുറേ ട്രോളി കൊട്ടി കൊയിങ്ങി. ഇവിടുത്തെ റൂം ട്രിപ്പിൾ ബെഡാണ് കേട്ടോ. ഒരു ക്യൂട്ട് ബാത്റൂം, പിന്നെ ഇതാ ഹോട്ട് ടബ്, ഏസിന്.
ആദ്യം ഒന്ന് ഫ്രഷ് ആവാം അല്ലേ? ഫ്രഷ് ആയിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം, എന്നിട്ട് പുറത്ത് പോകണം. നമുക്ക് ഈ ഏരിയയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈവനിങ്ങിൽ നമുക്ക് കാണാം അല്ലേ? ഓക്കെ. ഹലോ. അപ്പോൾ നമ്മൾ റൂമിൽ നിന്നും ഫ്രഷായി നമ്മൾ പുറത്തിറങ്ങി. ഇപ്പോൾ സമയം 4 മണിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എഡിൻബ്ര മെയിൻ സെൻറ്ററിൽ തന്നെയാണുള്ളത്. ഇവിടെ ഇപ്പോൾ 1-2 സ്ഥലങ്ങളൊക്കെ ഉണ്ട്. സ്കോട്ട് മോണിമെൻ്റ്, പിന്നെ ഒരു 1-2 നല്ല ഏരിയകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോവാം. നമ്മൾ റൂമിൽ കയറി ഒന്ന് ഫ്രഷായി പുറത്തിറങ്ങുമ്പോഴത്തേനൊക്കെ കുറച്ച് വെയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല കുറച്ചൊന്ന് തണുപ്പും കൂടി. നമ്മൾ ഉച്ചയ്ക്ക് വരുമ്പോൾ ഇത്ര തണുപ്പില്ലായിരുന്നു. നമുക്കെന്താ കഴിക്കണ്ടേ അല്ലേ? ആദ്യം നമുക്ക് ഇവിടെ ഇടങ്ങിയൊരു നല്ല ഫുഡ് എവിടാന്നുള്ള ആദ്യം നോക്കണം. എന്താ നോക്കേണ്ടത്? എവിടെ പോണ്ട? മെക്ക് വേണോ? ബർഗർ ഇപ്പം 4:30 മണി. നമ്മളെ ലഞ്ച് കഴിക്കാൻ തീരുമാനിച്ച്. ലഞ്ച് കഴിച്ചിട്ടാവും ബാക്കിയുള്ള നമ്മളെ കറക്കം. അപ്പോൾ ഇതാണ് സ്കോട്ട് മോണിമെൻ്റ്. ഇതിൻ്റെ നടുവിലൊരു സ്റ്റാച്ചു ഒക്കെ കാണാം. അവിടെ 2 ഫോട്ടോ എടുത്ത് കളിക്കുകയാണ്. അല്ല, എന്ത് ഭംഗിയുള്ളൊരു ഏരിയ എന്നറിയോ? ആ ഒരു ക്ലൈമറ്റ്, പിന്നെ ഈ ഒരു പച്ചപ്പ്. ഇതൊരു ഹിൽ ഏരിയ ആണ് കേട്ടോ. ഒരു ഹിൽ ഏരിയ. നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം തന്നെ നമ്മൾ ഹോട്ടലിലേക്ക് കുറേ ഇറക്കുക കണ്ടോ? ഹിൽ ഏരിയ ആണ്. അപ്പോൾ കാണാം, അതൊക്കെ റോഡാണ്. അതിൻ്റെ അപ്പുറത്ത് റോഡ്, അതിൻ്റെ ബാക്കിൽ എന്തൊക്കെ ബിൽഡിങ്സ് മീൻസ് ഹോട്ടൽസൊക്കെ ആയിരിക്കണം. അത് ചേർച്ച്. എനിക്ക് തോന്നുന്നത് അത് എഡിൻബ്ര കാസിലാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സമയം 5:45. തണുപ്പ് ഇങ്ങനെ കൂടി വരുന്നു. ഇതൊരു വലിയ മോണിമെൻ്റ് തന്നെ കേട്ടോ. നമ്മളിങ്ങനെ അടുത്ത് വന്നപ്പോഴാണ് അത് ശരിക്കും ഇതിൻ്റെ വലുപ്പം കാണുന്നത്. ഇത് സ്റ്റേഷൻ്റെ വളരെ അടുത്ത് തന്നെയാണ്. സ്റ്റേഷൻ്റെ അവിടെ അതിൻ്റെ വളരെ അടുത്ത് തന്നെയാണിത്. ഇതിൻ്റെ താഴൊക്കെ കണ്ടോ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സ്കോട്ട് മോണിമെൻ്റ് അവിടെ നിന്നും കുറച്ച് നടന്ന് ഇത് അവിടെ കാണാം. പ്രിൻസസ് സ്ട്രീറ്റ് ഗാർഡൻസ്. വെൽക്കം ടു പ്രിൻസസ് സ്ട്രീറ്റ് ഗാർഡൻസ്. ഇവിടെ കണ്ടോ എല്ലാവരുടെ കയ്യിൽ ഫോണാണ്. ഫോട്ടോ എടുക്കുന്നത് ഇരിക്കില്ല. എന്താ അറിയാ ഭംഗി കണ്ടോ? അത് ബാക്കിൽ കാണാം എഡിൻബ്ര കാസിൽ. നമ്മൾ ഇതിൻ്റെ ഗാർഡൻ്റെ താഴേക്ക് വരുമ്പോഴല്ല ശരിക്കും ഭംഗി. ആ മുകളിൽ ആ റോഡിൽ നിൽക്കുന്ന സമയത്താണ് ശരിക്കും ഇതിൻ്റെ ഭംഗി കേട്ടോ. താഴേക്ക് ഇറങ്ങിയപ്പോൾ ഇത്ര വ്യൂസൊന്നുമില്ല. മുകളിലൊക്കെ കണ്ട് എനിക്ക് തോന്നുന്ന ഒരു കത്തീഡ്രലാണ് തോന്നുന്നത്. അതിൻ്റെ മുകളിൽ
നമ്മളിതാ അവിടെ മുകളിൽ റോഡിലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ താഴെ ഇറങ്ങി വന്നതാ. അവിടെ ഈ ഒരു ഏരിയ നല്ല പച്ചപ്പുള്ളൊരു ഏരിയ, പക്ഷെ അധികം ആളുകളൊന്നുമില്ല. ഇരിക്കാൻ രണ്ട് ഭാഗത്തും ബെഞ്ചൊക്കെ കണ്ടില്ലേ. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പാർക്കിലൂടെ നടക്കുമ്പോൾ രണ്ട് സൈഡിലും ബെഞ്ച്. ആ ബെഞ്ചിൻ്റെ മുകളിൽ ഇങ്ങനെ കണ്ടോ, ഇൻ മെമ്മറി ഓഫ് ജോൺ ബ്രാൻഡി മൈക്കൽ എന്ന് പറഞ്ഞിട്ട് അവരെ ജനനം മരണം ഡൊണേറ്റഡ് ബൈ ഹിസ് ഡിവോട്ടഡ് ഫാമിലി. അതുപോലെ തന്നെ അവിടെയൊക്കെ കാണാം ഇൻ ലവിങ് മെമ്മറി ഓഫ് റോബർട്ട് മൈക്കൽ, അവരെ ജനിച്ചതും അതുമാതിരി മരിച്ചതുമായിട്ടുള്ള ഡേറ്റ്. ഇതൊക്കെ ഓരോ ഫാമിലി എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ടേക്ക് സ്പോൺസർ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അവിടെയൊക്കെ അതാ ഇൻ മെമ്മറി ഓഫ് ജോർജ്. ഇവിടെയൊക്കെ കാണാം നമുക്ക് ഇങ്ങനെ. അവിടെയൊക്കെ ഈ പഴയ കെട്ടിടങ്ങളാണ്. അതായത് ഈ എഡിൻബ്രയിൽ എന്ന് പറഞ്ഞാൽ സ്കൈ ക്രാപ്പേഴ്സ് ഇല്ലാത്ത സിറ്റിയാണ് എഡിൻബ്ര. പഴയ ആ ബിൽഡിങ്ങുകളുണ്ടല്ലോ, നമ്മളിപ്പോൾ റോഡിൻ്റെ സൈഡിലൂടെ നടക്കുമ്പോഴും അങ്ങനെ ഇത് അവിടെയൊക്കെ കാണാം പഴയ ബിൽഡിങ്സ്. അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാണ്. അതാണ് അതിൻ്റെ ഒരു ഭംഗി. എഡിൻബ്ര എന്ന് പറയുന്നത് അതാണ് ആ ഒരു ഡിഫറൻസ്. അപ്പോൾ ഇവിടെ ഈ ഒരു പാർക്കിനുള്ള ഒരു ടൈമിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ 7 മണിക്ക് ക്ലോസ് ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ അവിടെ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ആൾ പറഞ്ഞു സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ 7 മണിയായി. ആളുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ പറയുന്നുണ്ട് സമയം കഴിഞ്ഞു എന്നുള്ളത്. നമ്മളിങ്ങനെ കയറ്റം കയറാണ്. നമ്മൾ നേരത്തെ പോയ പാർക്ക് അവിടെ ആയിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കയറ്റം കയറുന്ന അതിൻ്റെ സൈഡിൽ തന്നെ കാണാം അവിടെ റെയിൽവേ ട്രാക്ക് താഴെ. അപ്പോൾ നമ്മളിപ്പോൾ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ കേട്ടോ എമ്മിലെ മുകളിലേക്ക് പോകുന്നത്. താഴെ റെയിൽവേ ട്രാക്ക് കണ്ടോ. നമ്മൾ അവിടെ ആയിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ റോഡിൽ നിന്ന് നമ്മൾ കയറ്റം കയറി നമ്മളിത് അവിടെ എത്തി. കാരണം അവിടെയാണ് കുറേ പഴയ ബിൽഡിങ്സൊക്കെ കാണാം കണ്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ അടുത്തേക്ക് ഇപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ്. കാരണം എഡിൻബ്ര സ്കൈ ക്രാപ്പേഴ്സ് ഇല്ലാത്ത സിറ്റിയാണ് എഡിൻബ്ര. കാരണം ഇവിടെ കംപ്ലീറ്റ് കണ്ടോ ഇതുപോലെ ഇങ്ങനെ പഴയ ആ ബിൽഡിങ്സും കാര്യങ്ങളും അങ്ങനെ തന്നെ റീടൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെയൊക്കെ കണ്ടോ ആ പഴയ ബിൽഡിങ്ങുകൾ. ഒരു 7-8 ഫ്ലോർസ് അത്രേ കാണുന്നുള്ളൂ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറ്റൊക്കെ കയറി വന്ന് നമ്മളിപ്പോൾ നേരെ സെൻറ്റ് ജെയിംസ് കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ ഒരാൾ ആ സ്കോട്ടിഷ് ഡ്രസ്സിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നത് കാണാം. ഇതാണ് സെൻറ്റ് ജെയിംസ് കത്തീഡ്രൽ. ഇതിൻ്റെ മുമ്പിൽ തന്നെ വലിയൊരു മോണുമെൻറ്റും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അതിൽ കണ്ട ഇവിടെ ഒരു വർഷമൊക്കെ എഴുതിയിട്ടുണ്ട്. വർഷം ഇതെന്താ പേര് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഫ്രാൻസിസ് എന്താണ് സ്കോട്ടോ, ഡഗ്ലസ് സ്കോട്ട്, 5th ഡ്യൂക്ക് ഓഫ് ബുക്ലാർ. ഇവിടെ ആള് 1806-1884. സൈഡിലേക്ക് വാ. എനിക്ക് തോന്നുന്നത് ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റ് ആണെന്നാണ് തോന്നുന്നത്. രണ്ട് ഭാഗത്തും ഷോപ്സ് ഉണ്ട്. അതേമാതിരി റെസ്റ്റോറൻറ്റ്സ്, കോഫി ഷോപ്സ്. തണുപ്പ് കൂടി വരുന്നത്. ഇപ്പോൾ 10 ഡിഗ്രി തണുപ്പാണ് ഇപ്പോൾ കാണിക്കുന്നത്. അമലേ തണുപ്പ് കൂടുന്നില്ലേ? ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു 7:45 ആകുമ്പോഴത്തേക്ക് ക്രൗഡൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഷോപ്പിലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ആളുകൾ അകത്തേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്.
കുറേ ഷോപ്സ്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്, ഓപ്പൺ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ കാണാം. വി ലവ് സ്കോട്ട്ലാൻഡ്. നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങണം. ഇപ്പോൾ നമ്മൾ മുകളിൽ പോയി ആ ചേർച്ചിൻ്റെ ഭാഗത്തൊക്കെ പോയി. ഇനി താഴേക്ക് ഇറങ്ങുമ്പം കാണാം ഉണ്ടോ, മുകളിലൊക്കെ ഒരേ ഡിസൈൻ, താഴെ കാണാൻ നമുക്ക് ഇങ്ങനെ കളർ, ഓരോ ഷോപ്പിനും ഓരോ കളറ്. ഉണ്ടോ അവിടെ റെഡ് അതാ. ഇതിൻ്റെ മോൾ ഭാഗത്തൊക്കെ ഒരുപോലെ ഉണ്ട് അല്ലേ? മോളിൽ എന്താ ഹോമാണ്? മോളിലിവിടെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന, എനിക്കൊന്ന് ഹോമോ അങ്ങനെ എന്താണ് അല്ലേ? നമ്മളെങ്ങനെ അതിലെങ്ങനെ നടന്ന് മുകളിൽ കൂടെ നടന്ന് അപ്പുറത്തെ ആ കത്തീഡ്രലിൻ്റെ ഭാഗത്തൊക്കെ എത്തി. ഉണ്ടോ അങ്ങനെ പോയി ഇതാ ഇതിലേങ്ങനെ നമ്മൾ ആ ഒരു സ്കോട്ട് മോണ്യുമെൻറ്റിൻ്റെ അടുത്ത് തന്നെ എത്തി. പക്ഷേ നമ്മൾ അതിലെ നടന്നപ്പോഴുണ്ടല്ലോ ശരിക്കും എന്താ പറയുക, എഡിൻബറ ഒരു ഡിഫറെൻറ്റ് അല്ലേ, ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ തന്നെ പറയുക അല്ലേ എഡിൻബറ. ബാക്കിയുള്ള സിറ്റിയിലൂടെ നടന്ന പോലെയല്ല, അവിടെയൊക്കെ ഒരു ആ പഴയ ഒരു ഇത് എന്താ പറയുക, പഴയ ബിൽഡിങ്സും ഒരു പ്രത്യേക ഭംഗി തന്നെ അതിന്. 8 മണി, തണുപ്പ് കൂടി വരുന്നു. നമ്മളിനിയിപ്പോൾ നേരെ ഫുഡ് കഴിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഏഷ്യൽക്ക് കാല് നന്നായിട്ട് വേദന, ഓരോ ഓൾറെഡി 3-4 ദിവസം കാല് വേദനയായിട്ട് നമ്മളെ കൊടുത്തിട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഇന്നിപ്പോൾ വന്ന് കുറച്ച് നടന്നപ്പോൾ വേദന എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും റൂമിലേക്ക് പോയി. പിന്നെ ഞാനും അമലാണല്ലേ, നമ്മൾ 2 ആളാണ് പിന്നെ അങ്ങോട്ടേക്കൊക്കെ പോയത്. നമ്മളിതാ അവിടെ പോപ്പേഴ്സ് ഉണ്ട്, നേരത്തെ ഏതായാലും ബർഗർ കിങ്. നമ്മൾ ഫുഡ് പാർസൽ വാങ്ങി. അവിടെ കുറച്ച് തിരക്കാണ്. പിന്നെ അത് മാത്രമല്ല ഏതായാലും ഇഷൽക്കുള്ള ഫുഡും കൂടി നമ്മൾ അങ്ങോട്ട് വാങ്ങിയിട്ട് നമ്മൾ റൂമിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അല്ലേ. അല്ലേ സമയം 8:30 ആവുന്നു. ഓൾമോസ്റ്റ് ഇവിടെ ഒക്കെ ഇരുട്ടായി തുടങ്ങി. അത് മാത്രമല്ല റോഡൊക്കെ കാലിയായി തുടങ്ങി. നമുക്കിനിയിപ്പോൾ നേരെ റൂമിൽ പോകണം അല്ലേ, ഫ്രഷ് ആവണം, റെസ്റ്റ്. നാളത്തെ ഒരു ദിവസം നമ്മൾ ഈ എഡിൻബറയിലെ മെയിനായിട്ടുള്ള 1-2 സ്ഥലങ്ങളൊക്കെ കാണണം എന്നുള്ളതാണ്. നമ്മളിതുപോലത്തെ ഇപ്പം നടക്കാവുന്ന ഏരിയയിലുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നാളെ കാണാം അല്ലേ. ഏതായാലും ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്തതിൽ കാണാം അല്ലേ. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അല്ലേ. ഓക്കെ, അതുവരെ ബൈ.